നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഉണ്ണിക്കുട്ടനും പോകുമ്പോൾ ഒരു മാസമായിട്ട് സ്കൂൾ അടച്ചപ്പോൾ അവർ അമ്മമ്മൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, എനിക്കൊരു വഴിപാടുണ്ട്. അപ്പോൾ ആ വഴിപാടും കൂടി ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ വീട്ടിൽ ബോർവില്ലർ അടിച്ചപ്പോൾ ഞാൻ ഒരുപാട് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ എൻ്റെ തറവാട്ടിലെ ദൈവങ്ങളെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ച് വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുത്തങ്കാവിലേക്ക്. അപ്പോൾ അങ്ങനെ ഇന്ന് ആ വഴിപാട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആ വഴിപാട് കഴിച്ച് പിന്നെ പൂമിനെയും ഉണ്ണിക്കുട്ടനെയും വിളിച്ചിട്ടും പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ പൂജയും കൂടിയാണ്. അപ്പോൾ പൂജയിലും കൂടി പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാക്കറ്റിലാണ് കേട്ടോ നമ്മൾ എണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ തിരി വയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ് കേട്ടോ. പിന്നെ നല്ല മഴയാണ് ഇവിടെ കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്, വൈകുന്നേരമായിട്ട് മഴ പോയിട്ടില്ല, പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയിട്ട് തിരി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും പോകുമ്പോൾ ഉണ്ണിക്കുട്ടനും കൂടി ആട്ടോ. അമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മ അച്ഛനും ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്, നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ തറവാട്ടമ്പലത്തിൽ നമ്മൾ കുറച്ച് പേര് മാത്രമുണ്ട് ഈ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ പങ്കെടുക്കുള്ളൂ. എല്ലാവരും ഒന്നും പങ്കെടുക്കില്ല. നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോയിട്ട് തൊഴുതുന്ന പോലെ അങ്ങനെ കുറേ ആൾക്കാരൊന്നും വരില്ല. ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഈ കാവിൻ്റെ കുറച്ച് ആൾക്കാർ ഈ ദേശത്തുള്ള, അവർ മാത്രമേ പൂജയിൽ പങ്കെടുക്കുള്ളൂ കേട്ടോ. പുറത്തുനിന്നുള്ള ആൾക്കാരും പങ്കെടുക്കാറില്ല. പിന്നെ പൂജ ആയതുകൊണ്ട് ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കും. പിന്നെ കോഴിനറുത്ത് ഇവിടെ പൂജ ചെയ്യും. പിന്നെ എന്താ ആ കോഴിനറുത്ത് ഇതും കൊണ്ട് നമ്മൾ ഇറച്ചിയും കുമ്പളങ്ങയും കറി വെച്ച് ചോറ് എല്ലാവർക്കും കൊടുക്കും പൂജ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കാവിലെന്തിന് ഈ പൂജ കോഴിനെ അറുത്തിട്ട് ചിക്കനൊക്കെ എന്നാ ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയോ വഴിപാടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. പിന്നെ വെളുത്തങ്കാവ് ആയതുകൊണ്ട് നാഗങ്ങളുടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ കളമൊക്കെ വർഷത്തിൽ ഒരിക്കലും ഇവിടെ കളമൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് കളം കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പൂജ ആയതുകൊണ്ട് അവിടെ എല്ലാവരുടെയും തിരി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഈ കെട്ട് കിടക്കുന്ന തിരി ഒക്കെ മാറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോയ തിരിയൊക്കെ ഒഴിച്ചു. പിന്നെ നമ്മൾ കൊണ്ടുപോയ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ നമ്മുടെ ഓരോരോ വഴിപാടുകളും അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഇനി ആകെ നമുക്ക് 2 വഴിപാടേ ഉള്ളൂ. അതും കൂടി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വഴിപാടുകളും തീർന്നു. അപ്പോൾ ഓരോരോ വഴിപാടുകളും ഇങ്ങനെ തീരുമ്പോൾ മനസ്സിന് സമാധാനമുണ്ട്, ദൈവത്തിനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയതിൽ. കുട്ടിക്കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ നമ്മൾ വിളക്കൊക്കെ വെക്കാറുണ്ട്. അപ്പോഴൊന്നും നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊന്നും ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിലല്ല, കാവിൽ ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഷീറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഷീറ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പേര് പറയാൻ എനിക്കറിയില്ല. ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കാവിന് ചുറ്റും കുറച്ച് തിരികൾ വെക്കും, കത്തിക്കും, അങ്ങനെ പോകും. അല്ലാതെ ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ വന്ന സൗകര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിയൊക്കെ വെച്ച് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഇരുന്നു. നമ്മൾ നേരത്തെ വരികയും ചെയ്തില്ലേ, അതുകൊണ്ട് അവിടെ കുറേ നേരം ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പോവുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ അതുവരെ അവിടെ ഇരുന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ആ കുട്ടികളെയും കൊണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണം അങ്ങോട്ട് അവരെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അവർക്ക് അവിടെയൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കേട്ടോ. അപ്പോൾ നമ്മളെയൊക്കെ വല്ലപ്പോഴല്ല അവർ കാണുന്നത്, ഇതുപോലെയൊക്കെ ആകുമ്പോഴാണ് അവർ കാണുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് വരും. 2 ദിവസം വീട്ടിലിരുന്ന് വിരുന്ന് കഴിഞ്ഞ് നമ്മൾ പോകും. ഇങ്ങനെ ആൾ കൂടുന്ന അവിടത്തേക്കൊന്നും നമ്മൾ പോവില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ കുറേ നേരം ഇരുന്നു, കുറേ നേരമായി. അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ വിശക്കാനൊക്കെ തുടങ്ങി. 10 മണിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയൊക്കെ വന്നു പോയി. പിന്നെ പൂജ കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ഭക്ഷണം തരുള്ളൂ. അപ്പോൾ അത് പൂജ കഴിഞ്ഞിട്ട് അവർ നട തുറന്ന് അപ്പോൾ എല്ലാവരും തൊഴുതാൻ വേണ്ടിയിട്ട് നിൽക്കണം. തൊഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പൂജ ചെയ്ത ആൾ നമുക്കൊരു പാലിൻ്റെ ഒരു വെള്ളം തരും. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു കുറച്ച് പൂവ് വെച്ചിട്ടുണ്ടാവും. ആ പൂവ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മളിങ്ങനെ ദേവീൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതാണ് കേട്ടോ അവിടുത്തെ തൊഴുതലും പൂജ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതുപോലെ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ടുണ്ടാവും, അതിൽ നമ്മളിങ്ങനെ എടുത്ത് തൊഴുതും പിന്നെ എടുത്ത് കുറിയിടും. അതൊക്കെയാണ് അവിടുത്തെ ഇത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മളവിടെ പോയി ഇരുന്ന് പോയി. അപ്പോഴേക്കും നല്ല മഴ, പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയായി. പിന്നെ നമുക്ക് പൂജ കഴിഞ്ഞ ശേഷം പൂജപ്പങ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് തരും കേട്ടോ. പൂജപ്പങ്ക് എന്ന് പറഞ്ഞാൽ മലര്, പഴം, ശർക്കര, പിന്നെന്താ അതിൽ കൽക്കണ്ടം അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് പൂജപ്പങ്ക് തരും. അപ്പോൾ അതും കിട്ടി. അതൊക്കെ ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് നമുക്ക് പിന്നെ ചോറൊക്കെ കഴിക്കാനുള്ള സമയമായി. കുറച്ച് പേര് അപ്പുറത്തിരുന്ന് ചോറ് കഴിക്കുന്നുണ്ട്. അവിടെ കണ്ടില്ല, അത് ചോറ് കഴിക്കുന്നുണ്ട്. ഞങ്ങളവിടെ കുറച്ച് തിരക്കൊഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങളും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ചോറ് വിളമ്പി അതിൽ ചിക്കനും
ചിക്കൻ വരട്ടിയത് ഉണ്ട്, പിന്നെ ചിക്കനും കുമ്പളങ്ങിയും വെച്ചിട്ട് വേറൊരു കറി, പിന്നെ അച്ചാർ, അങ്ങനെ ദോശ, പിന്നെ കാബേജ് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ കഴിച്ച് ഞങ്ങൾ സമാധാനത്തിൽ അവിടെ ഇരുന്ന് കഴിച്ച് പതുക്കെയാണ് വീട്ടിൽ പോയത്. സമയം ഒരു 10:30 11 മണിയോളം ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ വഴിപാടൊക്കെ തീർത്ത് ഭഗവാന്റെ ഭക്ഷണവും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയത്.